ഇന്ന് ചാമ അല്ലെങ്കിൽ ലിറ്റിൽ മില്ലറ്റ് കൊണ്ടുള്ള ഒരു ഉപ്പുമാവാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റായ ഈ ചാമ ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് ചാമയാണ് എടുക്കുന്നുള്ളത്. 4 പേർക്ക് കഴിക്കാനുള്ള ഉപ്പുമാവ് നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഈ ചാമ നമ്മൾ നല്ല വൃത്തിയിൽ കഴുകി ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. കല്ലോ മണ്ണോ ഉണ്ടെങ്കിൽ നോക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളിത് വെള്ളമൊഴിച്ചിട്ട് കുതിരാനായി വെക്കണം. തലേ ദിവസം രാത്രി കുതിരാനായി വെച്ചാലും നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ പക്ഷേ ഇവിടെ ഒരു 2 മണിക്കൂർ മാത്രമേ കുതിരാൻ വെക്കുന്നുള്ളൂ. രാവിലെയാണ് ഞാനിത് കുതിരാനായി വെച്ചിട്ടുള്ളത്. 2 മണിക്കൂറിന് ശേഷം നമുക്കിതൊരു അരിപ്പയിലേക്ക് മാറ്റാം. നല്ല വെള്ളത്തിലാണ് കുതിർത്തതെങ്കിൽ ആ വെള്ളം തന്നെ നമുക്ക് ഇത് വേവിക്കാനായി എടുക്കാം. ഇപ്പോൾ ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ നെയ്യും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും 1 ടീസ്പൂൺ പൊട്ടുകടലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിലക്കടല ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പകുതി സവോള ചെറുതായി മുറിച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാരറ്റ് ചെറുതായി നുറുക്കിയത് 1 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ബീൻസ് ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ചെറുതായി നുറുക്കിയ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിപ്പയിലിട്ട് വെച്ചിരിക്കുന്ന ചാമയുണ്ടല്ലോ അതുകൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ ചാമ കുറച്ച് സമയം ഒന്ന് ഇതുപോലെ വറുത്തെടുക്കണം. ഞാൻ ഏകദേശം ഒരു 1 മിനിറ്റ് സമയം ഞാനിതൊന്ന് വറുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് കറക്റ്റാണ് കേട്ടോ. ഈ ഉപ്പുമാവിന് പിന്നെ എനിക്ക് ചേർക്കേണ്ടി വന്നിട്ടില്ല. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 2 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് ചാമയ്ക്ക് 2 കപ്പ് വെള്ളം. തിളപ്പിച്ച വെള്ളമൊന്നും അല്ല കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സാധാരണ വെള്ളം തന്നെയാണ്. ഇനി ഇതൊന്ന് മൂടി വയ്ക്കാം. ഇത് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് മൂടി തുറന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാൻ 2 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയില്ലാതെ ഉണ്ടാക്കാം. തേങ്ങ ഇടുമ്പം കുറച്ചും കൂടി ടേസ്റ്റിയാണ് ഈ ഉപ്പുമാവ്. ഇനി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് സമയം വേവിച്ചെടുത്താണ് ഇതാ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഉപ്പുമാവ് നമ്മുടെ റവ ഉപ്പുമാവിനേക്കാളും ടേസ്റ്റിയാണ്. പിന്നെ നമുക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കും മില്ലറ്റ്സ് കഴിക്കുന്നത് ഒരുപാട് ഗുണം ചെയ്യും. അപ്പോൾ ചാമ കൊണ്ട് ഇതുപോലെ ഉപ്പുമാവ് ഉണ്ടാക്കിയാൽ നമുക്കിതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട കേട്ടോ. നമ്മൾ റവ ഉപ്പുമാവിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.